ലോകത്ത് സംഭവിക്കാൻ പോകുന്ന അടുത്ത വലിയൊരു മാറ്റമാണെന്ന് പറയാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ തന്നെ ഫസ്റ്റ് ടൈമായിട്ട് ഒരു മൈലേജ് ഉണ്ടായിരുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു ഹൈബ്രിഡ് പഴയ ഒരു ആർക്കിടെക്ചറോ ഒന്നുമല്ല, നമ്മുടെ ഹൈബ്രിഡ് ടെക്നോളജിക്ക് വേണ്ടിയിട്ട് ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിൾ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ പലരും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം ഉണ്ട്. അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് എൻ്റെ ഒരു എഞ്ചിനീയറിംഗ് പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയണം. അന്ന് നമ്മൾ MA കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമ്മളൊരു മാരുതി 800 എടുത്ത് അതിനെ ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിളായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് അന്ന് ചെയ്തത്. 2018-2017 കാലഘട്ടമാണ്. അതിന് ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഫണ്ട് കിട്ടി, ഗ്രാൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അന്ന് നമ്മൾ ചെയ്തത് ഈ ഒരു EV കൺവേർഷൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇന്നോവേഷനായിട്ട് ചെയ്തൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു റേഞ്ച് എക്സ്റ്റൻഡർ പ്ലേസ് ചെയ്തു. ഇൻ സിമിലർ വേർഡ്സ് ഒരു ജനറേറ്ററും കൂടെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്തു. അത് ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ഈ പറയുന്ന പോലെ ഏതെങ്കിലുമൊക്കെ ദൂരെയുള്ള സാഹചര്യങ്ങളിൽ പോകുമ്പോൾ, അതായത് ഇപ്പോൾ അന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ ഉള്ള പോലെ ഒന്നും സ്റ്റേബിലൈസ്ഡ് ആയിട്ടില്ല, അങ്ങനെയുള്ള ഒരു എമർജൻസി സിനാരിയോയിലേക്ക് യൂസ് ചെയ്യാന്നുള്ളൊരു ബാക്കപ്പ് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ഗോൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനറേറ്ററിൻ്റെ കുറച്ച് RPM റേഷ്യോ എന്ന് പറയുന്നത് വളരെയധികം എഫിഷ്യൻ്റ് ആയിട്ടുള്ള പീരീഡാണ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അതായത് എന്താ സംഭവിക്കുന്നത്, അതായത് ആ ഒരു എഞ്ചിൻ്റെ ചില ഒരു ടൈം സ്പാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും എഫിഷ്യൻ്റ് ഉള്ള ഏറ്റവും മൈലേജ് ഉള്ളൊരു സമയമാണല്ലേ. ആ ഒരു ഫേസിൽ നമ്മൾ റൺ ചെയ്തിട്ട് നമ്മൾ ബാറ്ററിനെ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി മോർ എഫിഷ്യൻറ്റ് ദാൻ, അതായത് നമ്മളൊരു പെട്രോൾ വെഹിക്കിൾ യൂസ് ചെയ്യുന്നതിനേക്കാളും വളരെയധികം എഫിഷ്യൻ്റ് ആണെന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്തത്. പക്ഷേ അന്ന് നമ്മുടെ ഫ്രണ്ട്സൊക്കെ, നമുക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അവന്മാരൊക്കെ കളിയാക്കുകയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഞാനിവിടെ MGD ഒരു പരിപാടിയിൽ നിൽക്കുമ്പം എനിക്ക് മനസ്സിലായൊരു കേസ് എന്താണെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു റിലവൻസ് പല മാനുഫാക്ചേഴ്സും തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ MG ഹാസ് അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഫോർ ദ സെയിം. സോ ടുഡേ ദേ ഹാവ് ലോഞ്ച് എ ന്യൂ കോൺസെപ്റ്റ് ദാറ്റ്സ് നോൺ ഓഫ് ദ MG അഡാപ്റ്റ്. അതായത് ഇതിനെക്കുറിച്ച് എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആർക്കിടെക്ചേഴ്സ്, അല്ലെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ്, അതായത് ലോകത്ത് സംഭവിക്കാൻ പോകുന്ന അടുത്ത വലിയൊരു മാറ്റമാണെന്ന് പറയാൻ പറ്റുന്നൊരു കോൺസെപ്റ്റാണ് ഇന്ന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ഈ MG എന്ന് പറഞ്ഞൊരു കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്നൊരു കേസ് എന്ന് പറഞ്ഞാൽ, 2019 അവർ ആദ്യമായിട്ട് ഇൻ്റർനെറ്റ് ഇൻസൈഡ്, അതായത് നമ്മുടെ ഒരു വെഹിക്കിളിൻ്റെ അകത്ത് ഇൻ്റർനെറ്റ് ഉള്ളൊരു വെഹിക്കിൾ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് ഇൻ്റർനെറ്റ് ഉള്ള ഒരു EV അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് ലെവൽ 1 ADAS ഇൻട്രൊഡ്യൂസ് ചെയ്ത MG ആണ്. ബാസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത MG ആണ്. എൻ്റെ 75,000 യൂണിറ്റാണ് കഴിഞ്ഞ കൊല്ലം മിൻസർ EV വിറ്റുപോയത്. ദേ ആർ ഓൾവേസ് ഓൺ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഇന്നോവേഷൻ. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ടാണ് അവരിന്ന് MG അഡാപ്റ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇവരിന്നിവിടെ ലോഞ്ച് ചെയ്തേക്കുന്നത്. MG അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു പുതിയൊരു ആർക്കിടെക്ചറാണ്. അപ്പോൾ 2035 ആകുമ്പോൾ ഏകദേശം 70% മുകളിൽ ന്യൂ എനർജി വെഹിക്കിൾസ് ആണ് വരുന്നത്. അപ്പോൾ അതിലേക്കുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് MG ഇത് ലോഞ്ച് ചെയ്തേക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈബ്രിഡ് ആർക്കിടെക്ചറാണ് ഈ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഈ അഡാപ്റ്റ് പ്ലാറ്റ്ഫോമിന് മെയിൻലി 3 പുതിയ കമ്പോണൻസ് ആണുള്ളത്. നമ്മളൊരു ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഒരു എഞ്ചിനും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു മോട്ടറും ഉണ്ടാവും. പക്ഷേ MG അഡാപ്റ്റ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ഹൈബ്രിഡ് എഞ്ചിനാണ്. അതായത് ഇത് പഴയ ഒരു ആർക്കിടെക്ചറോ ഒന്നുമല്ല, നമ്മുടെ ഹൈബ്രിഡ് ടെക്നോളജിക്ക് വേണ്ടിയിട്ട്, അതായത് മാക്സിമം എഫിഷ്യൻ്റിയിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് 3-4 മോഡ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് എഞ്ചിൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ തന്നെ ഫസ്റ്റ് ടൈമായിട്ട് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഗിയർ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. അതും ഹൈബ്രിഡ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഹൈബ്രിഡ് ട്രാൻസ്മിഷൻ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി വൺ മോർ തിങ്, ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഇലക്ട്രിക് ഡ്രൈവ് യൂണിറ്റ്, അതായത് നമ്മളിതൊരു മോട്ടറും ഉണ്ടാവും, ഒരു എഞ്ചിനും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു മോട്ടർ കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു ഇലക്ട്രിക് ഡ്രൈവ് യൂണിറ്റ്. ഇതും പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മോട്ടറാണ്. ഈ 3 കമ്പോണൻസ് ആണ് ഈ പുതിയൊരു അഡാപ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇതിനെ ശരിക്കും പറയുന്നത് നമുക്ക് 4 മോഡിൽ റൺ ചെയ്യാം. അതായത് ഇതിനെക്കുറിച്ച് എന്തിനാണ് പറയുന്നത് പറഞ്ഞാൽ, ഈ ഒരു കോൺസെപ്റ്റിലുള്ള പുതിയ വെഹിക്കിൾസ് MG ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിട്ട് EV എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക്, അത്ര റിസ്ക് മേ ബി വഴി കിടക്കുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ അത്രയും ഒറ്റയടിക്ക് അഡാപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ പ്രോപ്പർ സ്വീറ്റ് മിഡിൽ പോയിന്റ്. ഇതാ ഞാൻ പറഞ്ഞ MGയുടെ ഡിസ്ട്രപ്ഷൻ എന്ന് പറയുന്ന മാർക്കറ്റ് 2019 ഇൻ്റർനെറ്റ് ഇൻസൈഡ് തൊട്ട് ഇവിടെ വന്നപ്പോൾ M ഹബ് വരെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 3 മോഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള MGയുടെ ഏറ്റവും പുതിയ ഒരു അഡാപ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ, ഇതിൽ നിങ്ങൾ കണ്ട പോലെ, നമ്മളവിടെ കണ്ട പോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് എഞ്ചിൻ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഇവിടെ ഒരു ബിഗർ ബാറ്ററി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്യൂവൽ ടാങ്ക് വരുന്നുണ്ട്. ഈ ഒരു കോൺസെപ്റ്റിനെ, ഈ ഒരു മോഡൽ നമ്മൾ ഇങ്ങനെ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ആയിട്ടാണ് MG ലോഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് 4 രീതിയിൽ വർക്കൗട്ട് ചെയ്യിപ്പിക്കാം. ഒന്ന്, നമ്മൾ പറഞ്ഞ പോലെ പ്യുവർ EV മോഡ്, അതായത് അത്രയും വലിയ ബാറ്ററി പാക്കാണ്, ഒരു നല്ലൊരു മോട്ടർ കൊടുത്തിട്ടുണ്ട്, നല്ല സ്ട്രെങ്ത്തിൽ EV വർക്ക് ചെയ്തോളും. ഇനി അതിലൊരു ഹൈബ്രിഡ് സീരീസ് മോഡ് കൊടുത്തിട്ടുണ്ട്. സീരീസ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ എപ്പോഴും നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യും, ബാറ്ററി മോട്ടറിനെ റൺ ചെയ്യും, മോട്ടറാണ് വീല് കറക്കുന്നത്. പാരലൽ മോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡ്, പെർഫോമൻസ് മോഡ്. അപ്പോൾ അതുകൊണ്ട് എഞ്ചിനും വയ്ക്കും, അതുപോലെ തന്നെ മോട്ടറും വയ്ക്കും. ഇപ്പോൾ എഞ്ചിൻ ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എഞ്ചിനിൽ നിന്നായിരിക്കും, അതായത് ഒരു എഫിഷ്യൻറ്റ് പീരീഡിൽ എഞ്ചിൻ മാത്രമായിരിക്കും റൺ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള 4 മോഡ്സ് എന്ന് പറയുന്നത്. ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു റേഞ്ച് എക്സ്റ്റൻഡർ ആണ്. അതിൻ്റെ ഏറ്റവും വാല്യൂ ഉള്ള സമയങ്ങളിൽ അത് യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം.
for having me. So my first question is like, can you have a brief about this new concept? Like, is it the right time to launch a hybrid system because like market is already evolving towards the electrical vehicle? So Yeah. So first of all, I mean, thank you again for having us, for having me. The concept which we try to unveil today is the technology of a platform which is capable of delivering multiple power types. Now, to your question, whether it is the right time or not the right time, it all depends on how the market is moving. Obviously, we have to make sure that we are able to satisfy or meet the expectations of the growing demands of the customer. As a country, we have seen the shift from pure ICE to slowly towards EV. I mean, we saw the data point like last month, which is in June. I think 8% was the penetration of electric vehicles, right? With that, as we also announced, we are not wanting to limit ourselves only to the EVs. We would want to have it expanded to new energy vehicles. And which is where we are unveiling today the platform which is capable of all the 4 different types of power. by the term new energy vehicles, like is there rather than battery, are you planning anything else like? So, Nothing. As of now, Okay. no, it No. is not in the immediate cards. Okay. Nice. Yes, once again, thank you so much and all the Thank you best so for much. that. Have a good day. Thank you. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മളടുത്ത് മനീഷ് പറഞ്ഞ പോലെ ഹിസ് ദ പ്രൊഡക്റ്റ് ഹെഡ് ഓഫ് ദിസ് കമ്പനി. അപ്പോൾ പുള്ളി പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ പ്ലാറ്റ്ഫോമും ഉണ്ട്. ദ അതർ സൈഡ് ഓഫ് ദി നമ്മളവിടെ സംസാരിച്ചത് കംപ്ലീറ്റ്ലി ഒരു EV പ്ലാറ്റ്ഫോമാണ്. ഇവിടെ താണ്ടി കിടക്കുന്നതാണ് ഹൈബ്രിഡ് പ്ലാറ്റ്ഫോം. അതുകൊണ്ടാണ് നമ്മുടെ ഹൈബ്രിഡ് എഞ്ചിൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അഡാപ്റ്റും കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പുതിയ ആർക്കിടെക്ചറും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ന്യൂ എനർജി വെഹിക്കിൾസ്, അതായത് NEV എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് കുറേ അധികം അഡ്വാൻസ് ചെയ്യാന്നുള്ളതാണ്. അതിൽ MG ഇസ്കോൺ ഓഫ് കോഴ്സ് ഡു എ ഗുഡ് ജോബ്. അവരുടെ വളരെ ലേബിൾ ആയിട്ടുള്ള നല്ല വെഹിക്കിൾസാണ് വരുന്നത്. മൈലേജ് ഉണ്ടായിരുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു ഹൈബ്രിഡ് ടെക്നോളജി വരുന്നവരുടെ ഇത് കംപ്ലീറ്റ്ലി മാറിക്കോളും. റേഞ്ച് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് പറഞ്ഞു തരാനുള്ളത്. നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ദിസ് ഈസ് ദീപക് രാജൻ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇവരുടെ 2 വണ്ടി ഈ ഇയറിൽ തന്നെ വരുന്നുണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഐ എം എക്സൈറ്റഡ്ലി ഓർ ലൈക്ക് ഐ എം വെയിറ്റിംഗ് ഫോർ ദ സെയിം. സോ ദിസ് ഈസ് ദീപക് രാജൻ, ഡോക്ടർ ഡ്രൈവ് സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.